ഇനിയുള്ളത് ധനു കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്, ഈ 3 നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്നത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴമാണ്. ചില ആത്മപരിശോധനകളോടുകൂടി അവരവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതുപോലെ കുടുംബകാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. പുറമേക്ക് ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും ഉള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിയിലും അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിലും മറ്റുമൊക്കെ നയപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ, ചില പുനഃക്രമീകരണങ്ങൾ ഇതൊക്കെയും നടത്തേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ തൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ്, മറ്റുള്ളവരിൽ നിന്നും കിട്ടേണ്ടതായിട്ടുള്ള റിപ്പോർട്ടിങ്ങൊക്കെ വളരെ സശ്രദ്ധം കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. അത് അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ക്രമമായിട്ടുള്ള വളർച്ചയ്ക്ക് അത് ദോഷം ചെയ്യുന്നതാണ്. ബുധൻ്റെ വക്രഗതി അത് അത്ര അനുകൂലമല്ല. പലപ്പോഴും സഹപ്രവർത്തകന്മാർ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ ആയിട്ടുള്ള ചില ധാരണ പശകുകളോ അല്ലെങ്കിൽ വാക്കുകളിൽ കൂടെയുള്ള പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാം. അത് രേഖാസംബന്ധമായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സംബന്ധമായിട്ട് ഉള്ള കാര്യങ്ങളിൽ കൂടെ അത് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാക്കിലെ ചില തെറ്റിദ്ധാരണകളും ഒക്കെ, കരാറുകൾ വൈകിപ്പിക്കുക, അത് തെറ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതായിട്ട് വരിക, ഇതൊക്കെ വേണ്ടതാണ്. വളരെ സൂക്ഷിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. 8ാം ഭാവത്തിലേക്ക് തന്നെ സൂര്യനും മാറുമ്പോൾ ചില രഹസ്യ സ്വഭാവമുള്ള ജോലികൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ചില പുനഃസംഘടനകളും ഒക്കെ 16ാം തീയതിക്ക് ശേഷം ഇതൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായിട്ട് ഉള്ള കടങ്ങൾ തീർക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് വേണ്ട വിധം പുനഃക്രമീകരിക്കാൻ ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇൻഷുറൻസ്, ബാങ്കിങ് മുതലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, അതുപോലെ നികുതി, പാരമ്പര്യ സ്വത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കുറേയേറെ റിസ്ക് അതിനകത്ത് സംഭവിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ നിക്ഷേപങ്ങളാണെങ്കിലും കഴിയുന്നത്ര ഒഴിവാക്കുക. റിസ്ക്കുള്ള നിക്ഷേപങ്ങൾ അത് ഇപ്പോൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ആരോഗ്യ സംബന്ധമായിട്ട് ദഹന സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉറക്കക്കുറവുണ്ടാകാം. ഭക്ഷണക്രമം കൃത്യമായി പാലിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് ചില വൈപരീത്യങ്ങൾ കുടുംബത്തിൽ സംഭവിക്കാം. ഭാര്യ അഥവാ ഭർത്താവുമായിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ തമ്മിലുള്ള സംഭാഷണങ്ങളിലും ഒക്കെ ചില തെറ്റിദ്ധാരണകൾ വരിക ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്ക് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇവർക്ക് പരിഹാരമായിട്ട് വ്യാഴഗ്രഹത്തിന് വേണ്ടതായിട്ടുള്ള ഗ്രഹശാന്തി എന്ന് പറയും, ആ ഗ്രഹശാന്തി ചെയ്യുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള, വ്യാഴത്തിനും സൂര്യനും കൂടെ ഒന്നിച്ച് വേണം അത് ചെയ്യാൻ. അതുപോലെ തന്നെ മഞ്ഞ വസ്ത്രം, കടല മുതലായിട്ടുള്ള വസ്തുക്കളോടുകൂടി ദാനം ചെയ്യുക, അതുപോലെ ദക്ഷിണാമൂർത്തിയെ ഭജിക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്.